നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് ആ വീടിനകത്ത് കയറണം, ലാലേട്ടൻ എന്നെ കൈ പിടിച്ച് കയറണമെന്നുള്ള. നിങ്ങൾ കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഏതാണ്ട് 5-6 മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാരെ കണ്ടു. ഇത് 19 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്കറിയാം. എന്തായാലും അതിനങ്ങ് തീരുമാനമായിട്ടുണ്ട്. രേണുസുതി ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറി കൈ പിടിച്ച് പുറത്തിറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കൈ പിടിച്ച് കയറ്റുകയും ചെയ്ത് ഇറക്കുകയും ചെയ്തു. സന്തോഷമായി. കയറി ചെന്നപ്പം തന്നെ സൂചിച്ചേട്ടാ ഞാൻ എത്തി എന്നും പറഞ്ഞായിരുന്നു ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് കയറിയ. ഇപ്പൊ എയർപോർട്ടിൽ എത്തിയിട്ട് സൂചിച്ചേട്ടാ ഞാൻ തിരിച്ചു വന്നു എന്നും പറഞ്ഞാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും കഷ്ടം തന്നെ ഇവരുടെ കാര്യം. എത്ര പേരുടെ അവസരമാണ് കൊണ്ട് കളഞ്ഞത്. ഇത് ഒരു കോണ്ടന്റ് ആയിട്ടെങ്ങാണ്ട് പറഞ്ഞതാ, എന്നെ ഇറക്കി വിട്, ഞാനങ്ങ് പൊക്കോട്ടെ എന്ന്. പക്ഷെ സംഭവം എന്തായാലും അർത്ഥവത്തായ നിമിഷങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ആ ഒരു എപ്പിസോഡിനകത്ത് കണ്ടത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിപ്പോൾ. എന്ന് വെച്ചാൽ ഒരാള് നാണക്കേട ഇനിയിപ്പം അത് എന്നെ ഇറക്കി വിടരുതെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള നാണക്കേട അവർക്ക്. പക്ഷെ ലാലേട്ടനെ അവസാനം അവരെ കൈപിടിച്ച് ഇറക്കാൻ നേരം ചോദിക്കുന്നുണ്ട്, രേണുവിന് വരണമെങ്കിൽ വരാം എന്ന് പറയുന്നുണ്ട്. അതിന്റെ ക്ലിപ്പിക്സ് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവര് ഇതിനകത്ത് വിചാരിച്ചില്ല ലാലേട്ടൻ ഇവരെ കൂട്ടിക്കൊണ്ടു പോകും. ഇവര് വിചാരിച്ച എല്ലാ വട്ടത്തെയും പോലെ തന്നെ ലാലേട്ട പോട്ട് മോളെ, കുഴപ്പമൊന്നുമില്ല, മോള് ഇവിടെ നിന്ന് സമാധാനമായിട്ട് നിൽക്കും. രേണു പുറത്ത് ഭയങ്കര സപ്പോർട്ടായിരിക്കും. രേണു ഇങ്ങനൊന്നും അല്ല, രേണു ഇങ്ങനെ പോയത്. കാരണം ഒരു തവണ ബിഗ് ബോസിന്റെ ബിഗ് ബോസ് ഭയങ്കര ഇത് കൊടുത്ത് ഉത്തേജകം വരുന്നത് കുത്തി വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും അതിന്റെ പവറിനകത്ത് ഇറങ്ങിപ്പോ ഇവർക്ക് ബിഗ് ബോസ് ഒരു കൗൺസിലിംഗ് കൊടുത്തില്ല. കാര്യം ഇവര് കാണിക്കുന്നത് കോപ്രായമാണെന്ന് ബിഗ് ബോസിന് തന്നെ മനസ്സിലായി. കാര്യം ഇത്രയും സീസണുകളിൽ നിങ്ങൾ എടുത്ത് നോക്കണം, ഓരോ കണ്ടസ്റ്റൻസിനും എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. പക്ഷെ രേണുസുതിയെ സംബന്ധിച്ച് അവർ കൊടുത്തില്ല. അല്ല, ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഹസ്ബൻഡ് മരിച്ച സമയത്തുണ്ടായിരുന്ന ഒരു ട്രോമ എനിക്ക് അതിനകത്ത് വെച്ച് വന്നെന്ന്. എന്തുകൊണ്ടത് ആ ട്രോമയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ റീൽസ് കൊടുത്തും ഇങ്ങനെ ഓരോന്ന് പുറത്തിങ്ങനെ കാണിച്ചുകൊണ്ട് അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പായിട്ടും ബിഗ് ബോസ് അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരാൾക്ക് വന്നപ്പോഴത്തേക്കിന്. എനിക്ക് അങ്ങനെയുള്ള ഒരു സംഭവം കണ്ടില്ല. കഴിക്കേണ്ട സമയത്ത് അവർ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ചൊറിയുന്നുണ്ട്, പേൻ കൊല്ലുന്നുണ്ട്. അവർ ചെയ്യേണ്ട അവിടെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നത്തിൽ തലയിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും രേണുസുതി ഇപ്പൊ പുറത്ത് വന്നിട്ട് ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യം നമുക്ക് കേൾക്കാം. ലാലേട്ടാ, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഒരു ട്രോമ വന്നിരുന്നു, ഒരു വല്ലാത്തൊരു അവസ്ഥ വന്നിരുന്നു. സോ അന്ന് എനിക്ക് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു. പക്ഷെ സുധിച്ചേട്ടനും ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത്? സുധിച്ചേട്ടൻ മരിച്ച ആണ്ടിന്റെ ദിവസം ഇവരവിടെ കാട്ടിക്കൂട്ടി പരിപാടികൾ നിങ്ങൾക്കറിയാം. ഒരു വായി നോക്കി പിടിച്ചോണ്ട് വന്നിരുന്ന് ഡാൻസ് കളിയും അവിടെ കൈയൊട്ടി ചിരിയും ബഹളമായിരുന്നു. അതുപോലും ഇല്ലാത്ത വ്യക്തി ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിട്ട് സുധിച്ചേട്ടന്റെ ഓർമ്മകൾ എനിക്ക് വന്നു, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയണം. അത് എത്രത്തോളം തെമ്മാടത്തിലാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പറയാൻ ഇവർക്ക് ഒരു ന്യായീകരണവും ഇല്ല ഈ ഒരു വിഷയത്തിൽ. അതൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു സാധനം വന്നു, ഞാനാകാൻ പറ്റുന്നില്ലാതായിപ്പോയി. അത് എൻ്റെ ഉള്ളിലെ ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ഡൗൺ ആയിട്ട് ആദ്യം തൊട്ടേ പിന്നെ ആദ്യം വന്നപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി. മറ്റേ വീഡിയോ ഇറങ്ങി അതോടെ നല്ല വോട്ടിംഗ് ഒക്കെ ഉള്ളതാണ്. ഈ സംഭവം കണ്ടോ, അവിടെയാണ് ഇവർക്ക് പൊട്ടി. വന്നപ്പം തന്നെ പ്രശ്നം ഉണ്ടായത്. അത് ലാലേട്ടൻ്റെ കാണിച്ചപ്പോൾ ഇവരുടെ കിളി പോയി. ആ വീഡിയോ വന്നതും അത് കുത്തിപ്പൊക്കി ചോദിച്ചതുമാണ് ഇവർക്ക് ഏറ്റവും വലിയ മാനസികമായിട്ട്. ഇവർ ആ സ്റ്റേജിൽ തന്നെ ഇവർ പോയി. ഇതിനു മുമ്പ് മറ്റേ ഫയർ അല്ലടാ ഫ്ലവർ ആന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. സത്യം അവിടെ വെച്ച് പോയത്. അവിടെ വെച്ച് ഇവരെ കൈ ഇത്രയും വലിയൊരു ഷോയിൽ ഇവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഇത്രയും പേരുടെ മുന്നിൽ ആ വീഡിയോ എടുത്ത് വെച്ച് കാണിക്കും. കാരണം ഇവര് മറ്റേ ആന അമ്പാരിയൊക്കെ ആയിട്ട് വന്നതാ. ഒന്നും അല്ലാതായി പോയ നിമിഷമായിരുന്നു. എല്ലാരും ഈ രേണു നീ ഇങ്ങനെയൊക്കെ കാണിച്ചോടി ഇവിടെ പുറത്ത് എന്നൊരു സിറ്റുവേഷൻ ആയല്ലോ. ചമ്മി നാറി ഇങ്ങനെ വിളറി നിൽക്കുമായിരുന്നു. പേര് പോലും പറയാതെ പറഞ്ഞു. തീർച്ചയായിട്ടും ലാലേട്ട. പക്ഷെ വോട്ടിംഗ് കൊണ്ട് ആ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി, എന്നെ സ്നേഹിച്ചോണ്ട്. പക്ഷെ ലാലേട്ട ഞാനല്ലേ അവിടെ നിൽക്കേണ്ടത്. എനിക്ക് മെന്റലി ഞാൻ ഓക്കെ അല്ല ലാലേട്ട. ഇപ്പൊ പ്രേക്ഷകർക്ക് എന്നെ സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി. പക്ഷെ എന്റെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ എന്നെ ഓർക്കുമ്പോഴത്തേന് എനിക്ക് ഇത് ഈ ബിഗ് ബോസിൽ പോകുന്ന പിള്ളേരുള്ള ആദ്യത്തെ വനിതയായത് കേട്ടോ. പിള്ളേരുടെ കാര്യം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ നിങ്ങൾ വല്ല ഓർഫനേജിലും കൊടുത്തിട്ടാണോ പോയത്? സ്വന്തം അച്ഛന്റെ അമ്മയുടെയും 3 വട്ടം ചൈൽഡ് ലൈനിൽ കയറിയതാ. കൊച്ചിനെ നാട്ടുകാർ വേണമെങ്കിൽ നോക്കിക്കോന്ന് പറഞ്ഞു. പോകുന്നതിന് ഒരാഴ്ചക്ക് മുമ്പുള്ള 3 വീഡിയോക്കകത്തുണ്ടായിരുന്നു. നോക്കാൻ പറ്റുന്നവർ കൊണ്ടുപോകും. ഇതുപോലെ ഒരു ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. കാര്യം പബ്ലിക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം പോകാൻ പറ്റും അതിന്റെ എക്സ്ട്രീം വരെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവരാരെയാണ് ഈ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഒട്ടും പറ്റുന്നില്ല. ഞാൻ ഓർത്തില്ല ഈ ഒരു മാസം നിൽക്കുമെന്ന്. ഞാൻ ഓർത്തിട്ടില്ല. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഞാൻ ഓർത്തില്ല ഏട്ടാ. ഞാൻ താങ്ക് യു ലാലേട്ടാ. അപ്പൊ ഞാൻ ഓർത്തില്ലായിരുന്നു. പക്ഷെ വീട്ടിനകത്ത് കേക്ക് മുറിക്കണ്ടായിരുന്നു.
ഇത്രേ ഉള്ളൂ സംഭവം. ഇനി ബിഗ് ബോസിൽ നിന്ന് വെളിയിൽ ചാടിയിട്ടുണ്ട്. വെളിയിൽ ചാടി വന്നപ്പോഴത്തേക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റേ ക്ലിപ്പില്ലേ ഏതാടാ ബിഗ് ബോസിൽ നിന്ന് ലാലേട്ടൻ കൈ പിടിച്ചിറക്കുന്നത് ഒരു ക്ലിപ്പുണ്ട്. യെസ് ഉണ്ട്. വേറെ കാര്യം പറയാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ടിൽ പോയിട്ട് പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കൂടെ വരണം എന്ന്. അപ്പൊ ഇപ്രാവശ്യം ഒന്നുകൂടെ എന്റെ കൂടെ വരും. എല്ലാരും കൂടെ ചുമന്ന കിന്നിപ്പിച്ച് ഇരുന്നവരെ പിടിച്ചൊക്കെ എല്ലാരും കൂടെ പിടിച്ച കിന്നിപ്പിച്ച്. അയ്യോ ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. രേണുവിനെ ഞങ്ങൾ കൊണ്ടുപോകണം. കാര്യം രേണുവിന് എപ്പോഴും പോയിട്ടെ പോണം പൈസ ഒക്കെ ഉണ്ട് കേട്ടോ, കഴിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. ഓ സന്തോഷം. ഓക്കെ, ഹാപ്പി ഓണം എല്ലാവർക്കും. എന്താണെന്നറിയാം, എപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറത്ത് പോകണം, നിങ്ങൾ കാണാതെ. ഈ ഷോയ്ക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഏകദേശം 9 മാസം അടുപ്പിച്ച് കണ്ട കോൺട്രാക്ട് വരുന്നത് 1500 പേപ്പറിനകത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അത്തോട്ട് കയറ്റി വിടുന്നത്. ഈ ഷോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഈ റൂൾസ് വയലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇതിന്റെ കോൺസിക്വൻസസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. കാര്യം മേ ബി അവർക്ക് പേയ്മെന്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പേയ്മെന്റ് ഒക്കെ അവർ കട്ട് ചെയ്യും. കാര്യം ഈ ഷോയുടെ റൂളാണത്. അല്ലെങ്കിൽ എന്തിനാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്ത് പോണത്. എന്തായാലും ജീവിതത്തിൽ കുറച്ച് കാശ് കിട്ടാനും കുറച്ച് ഫെയിം കിട്ടാനും ഇല്ലേ. കാശും കൂടെ ഒക്കെ കിട്ടാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇതിനകത്ത് പോയിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? ഒരുപാട് ഷോർട്ട് ഫിലിം കമ്മിറ്റ് ചെയ്തിട്ട് പോയതാ, ഇനിയും കിടക്കുമല്ലേ അതൊക്കെ. പ്രതീക്ഷിന് സമാധാനമായി കാണും. ശരിയാ, നായിക വന്നല്ലോ. അപ്പൊ അത്രയും അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയേക്കാം. ഇതെന്താ വളരെ സീരിയസ് ആയിട്ട് പറയണം. നിങ്ങൾ ഇനി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പോയിട്ട് എനിക്ക് പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് അറിയുന്നത് അവരെന്താ വിടാത്തതെന്ന്. അത് അങ്ങനെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞ കേട്ടല്ലേ, അങ്ങനെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനകത്ത് ചെറിയ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇതും ഫേസ് ചെയ്തേ പറ്റൂ. പിന്നെ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇടന്ന് വെളിയിൽ പോകുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓണമായിരിക്കും ഇത്. ഭയങ്കര മണ്ടത്തരമാണ് അവർ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു നിസ്സാരപ്പെട്ട ഒരു ഷോ അല്ല. ആ ഷോയിൽ വരാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രത്യേക ലീഗൽ ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ നിസ്സാരമല്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ മാത്രമാണ്. പക്ഷേ എൻ്റെ മോൾ ഷൈൻ ഭയങ്കര വലിയൊരു ടീമാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത പരിപാടിയെ കാണിച്ച രേണുവിൻ്റെ ഊപ്പാട് വരും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പിന്നെന്താ, അതൊക്കെ ഗെയിമാണോ? അനുമോള് മനഃപൂർവ്വം ചെയ്താണോ അതൊക്കെ? അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ബിഗ് ബോസ് വന്ന് കഴിഞ്ഞ പിന്നെ ഒരു ചെറിയൊരു ഇത് തോന്നിയില്ല? 2 ദിവസം കഴിയുമ്പോ ഞാൻ പഴയ ആളാവുമല്ലോ, ഉറപ്പായിട്ടും. ഒന്നാമത്തെ കാര്യം ഉത്തരവില്ല. പുള്ളി വിചാരിച്ചില്ല, മനസ്സിലായോ? എടുത്ത് വെളിയിൽ വിടുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ഇവര് ഇവിടുന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേന് ഇവരായിരുന്നു നമ്പർ 1. ഇത്രയും വലിയ ഫെയിമിൽ നിൽക്കുന്ന, സോഷ്യൽ മീഡിയ കോണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എനിക്കൊന്ന് ആദ്യമായിട്ട് ഇവരായിരുന്നു. ആ ഒരു ഫെയിമിനകത്ത് അകത്തോട്ട് കയറിട്ട് ചേട്ടാ ഞാൻ വന്നു പറഞ്ഞോട്ട് കയറി. അല്ല, ഇനി വേറൊരു കേസ്, അനുമോളുടെ കേസ് പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പം എൻ്റെ തലയിൽ പെയിൻ വല്ലതും നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ഇവരുടെ ലൈവ് കാണുന്ന, അതായത് ബിഗ് ബോസ് ലൈവ് കാണുന്നവർക്ക് അറിയാം. ഇന്നലെ പോലും നമ്മളൊരു വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് കട്ടിലിൽ പെയിൻ ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഞാൻ എൻ്റെ തലയിൽ അങ്ങനെ പെയിൻ ഉണ്ടെന്ന്? ഇവരെന്തോ ഈ സ്ത്രീ ശരിക്കും ഉദ്ദേശിക്കുന്നത്? മാനിപ്പുലേഷനാ. ചേച്ചി ആദ്യം കയറിയപ്പോ ഭയങ്കര ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റി? കെട്ടുപോയത് ചെറുപയറാ. എന്താ പറ്റിയ ശരിക്കും? ചേച്ചിക്ക് പറ്റിയ ഷോ അല്ലേ ഇത്? ഞാൻ നിന്നല്ലോ, ആ നിൽക്കുന്നിടത്തോളം നിന്നല്ലോ. ചേച്ചിനെ സംബന്ധിച്ച് ഞാൻ ട്രോമയിലേക്ക് ആയിപ്പോയി. ചേട്ടൻ മരിച്ചത് എനിക്കിപ്പം ഹെൽത്ത് ഓക്കെ അല്ല. പുറത്ത് വന്നതിന്റെ ഒരു ഇതെങ്ങനെയാ? പുറത്ത് എനിക്കിപ്പോഴും ആ ഇതായിട്ടില്ല, ഓക്കെ ആയിട്ടില്ല. പുറത്ത് വന്നതിന്റെ ഇതില് ആ നാണം കെട്ട ഫേസ് ആണ് കാണുന്നത്. മനസ്സിലായോ? ഇവർക്ക് യാതൊരു വിധ ഹെൽത്ത് വൈസ് കുഴപ്പമില്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇവരുടെ മുഖത്ത് ഒരു നാണം കെട്ട ഫീൽ ഉണ്ട്. അതായത് ഇവർക്ക് ചമ്മല് ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ടുള്ളത്, അല്ല വേറെ ഒന്നുമില്ല. ഇവര് മറ്റേ പുറത്തോട്ട് വരുന്നപ്പോഴത്തേക്കിന് മാലയും പൂച്ചണ്ടും പ്രതീക്ഷിച്ചിട്ട് അകത്തോട്ട് പോയത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. അവിടെ പോകുന്നവര് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ആ അവസ്ഥയായി. പോകണ്ടെന്ന് തോന്നുന്നുണ്ടോ ബിഗ് ബോസിൽ? പോകണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടിയായിട്ട് ഒരു ദിവസം ഇങ്ങനെ ലാലേട്ടൻ വിളിച്ചു കയറ്റണം, ആ വീട്ടിൽ ഒരു ദിവസം നിൽക്കണമെന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ച് 35 ദിവസം, 1 മാസം. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഷോയിൽ ഒരു ദിവസം മാത്രം നിൽക്കണം എന്നും പറഞ്ഞിട്ട് പോവാന്ന് പറയുന്നത് തന്നെ
ഏറ്റവും വലിയൊരു ഈ വിഡ്ഢിത്തരം. ഇതേപോലെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ഇമാതിരി ടീമുകളൊന്നും എടുക്കില്ല. ഒരു ദിവസം നിൽക്കാൻ വരുന്നതിന് എന്തോ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് അവരെ കൊണ്ട് അത് നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ഓരോ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ഇടുന്നത് എന്തോ ഇവർക്ക് കിട്ടുന്ന പൂച്ചണ്ടും പൂമാലയാണെന്നൊക്കെ. ക്രെഡിറ്റ് ആണ്. എനിക്കത് കേൾക്കുമ്പോഴത്തേക്കും ഒരു നാണമില്ല ഇവർക്ക് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുക. ഇപ്പം ഒരു ദിവസം നിൽക്കാനായിട്ട് എത്ര പേർ ഓപ്പർച്യൂണിറ്റിയാണ് കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. ബാക്കിയോടെ കേൾക്കാം. ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പേനൊക്കെ പിന്നീട് സംസാരിക്കാം. നിങ്ങൾ കണ്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ കണ്ടിട്ട് തലയിൽ പേനൊന്നും കാണുന്നില്ലല്ലോ. അനുമോള് പറഞ്ഞ കേസിൽ ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്. രേണു തന്നെ സ്വന്തമായിട്ട് എടുത്തു വെച്ച് കാണും. പബ്ലിക് കണ്ടോണ്ടിരിക്കുക. നിങ്ങൾ പേന രേണു സുധി പേനൊന്ന് യൂട്യൂബിൽ അടിച്ചാൽ വരും വീഡിയോ. പ്രത്യേക കീവേഡ് വരെ വന്നിട്ടുണ്ട്. രേണു അങ്ങനെ അടിച്ചു നോക്കിയാൽ കാണാം പല പല വീഡിയോസ്. എന്നിട്ട് ആരോടാണോ എന്തോ നിങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. സംസാരിക്കാത്തതിന്റെ കാര്യം സംസാരിക്കാത്തതിന്റെ കാര്യം അല്ല, ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ലേ? അത്ര വയ്യാതെയാ. അത് നമുക്ക് ഞാൻ വന്നത് അവിടുന്ന് മോള് പറഞ്ഞത് ഗെയിമായിട്ട് മാറി. ഇതൊക്കെയാണ് വിഷയങ്ങൾ. എന്തായാലും രേണുവിന്റെ കൂടെ അപ്പാനി ശരത്തും പുറത്തായിട്ടുണ്ട്. അപ്പാനിയുടെ എവിക്ഷൻ ഒരു കാരണവശാലും ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പാനി എവിക്ഷൻ അടിച്ചപ്പോഴത്തേക്കും മസ്താനിയുടെ ഒരു സന്തോഷം കാണും. എന്റെ ദൈവമേ, അത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു സാധനം കൂടെ കാണിക്കാം. ഈ മസ്താനി എന്ന് പറയുന്നുണ്ടല്ലോ, ഇതുപോലെ കുത്തിത്തിരിപ്പ് കാണിക്കുന്ന ഒരു പെണ്ണിനെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്തോട്ട് ഇവളെന്തോ വലിയ എന്തോ അങ്ങ് സംഭവമാണെന്നുള്ള രീതിയിൽ വന്നിട്ട് കാണിക്കുകയാണ് അവിടെ. എവിക്റ്റായ സീൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടുത്ത ആഴ്ച അവൾ ഔട്ടാകുമ്പോൾ ബാക്കി എല്ലാവരും അങ്ങനെ കാണിക്കുമായിരിക്കും. കാണിക്കുന്നുണ്ടല്ലേ, കിടന്ന് കൈയടിക്കുവാണ് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. ഇവരെ ഇതുപോലെ നാണം കെടുത്തി ഇവളെയൊക്കെ ഇറക്കി വിടണം, എങ്കിലേ പഠിക്കത്തുള്ളൂ. ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അത് ആ ഒരു രീതിയിൽ അതല്ലടാ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഗെയിം ഷോയാണ്. നമ്മൾ അതിനകത്തോട്ട് ചെല്ലുമ്പോൾ പല രീതിയിലും നമ്മളെ മാനസികമായിട്ട് തളർത്താൻ പല പ്രയോഗങ്ങളും യൂസ് ചെയ്യും. അപ്പൊ അപ്പാനി ശരത്തിനെ സംബന്ധിച്ച് അപ്പാനി എന്തോ മോശമായിട്ട് അങ്ങാണ്ട് മസ്താനി വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ആള് വിളിച്ചെങ്കിൽ പോലും ആളിങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ തുള്ളുക എന്ന് പറയുന്നത് അത്ര ശരിയല്ല. നമ്മുടെ ഒരു ഒപ്പോണന്റ് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെ. പക്ഷെ അത് ഈ രീതിയിലൊക്കെ ആഘോഷിക്കുന്നതിനോടൊന്നും നമുക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കുറച്ച് പ്രകടനം കാണിക്കുന്നുണ്ട്. ഇത്ര മോശപ്പെട്ട വാക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയി കംപ്ലൈന്റ് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യണം. ഒരാളെ എവിക്റ്റായി പോകുമ്പോഴത്തേക്ക് കൈയൊട്ടി ചിരിക്കുക, മറ്റേ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് പ്രഹസനം കാണിക്കുക. ഇതൊക്കെ എന്ത് യോഗ്യതയാണ് ഈ ഒരു ഷോയിൽ എടുക്കാൻ വേണ്ടി? 1, 2, 3 പേരെ കണ്ട് ഇന്റർവ്യൂ ചെയ്യാന്നും പറഞ്ഞിട്ട് ഇവളൊക്കെ ഈ ഷോയിൽ എടുക്കേണ്ട കാര്യം എന്ത് നിലപാടുണ്ട്? വന്നപ്പം തൊട്ടേ പുറത്തെ എന്ത് കണ്ടന്റാണ് ഇവര് കൊടുക്കുന്നത്? രേണു സുധി ഔട്ടായിട്ട് ഇറങ്ങിയ ശേഷം ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ വന്നിട്ട് എന്നെ വിളിച്ചിരുത്തിയിട്ട് കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ വരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇനി തീർന്നിട്ടില്ല. അനുമോളുടെ ഒരു സീനുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്കകത്തും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം തന്നെയായിരുന്നു, ആ ഒരു സാധനം പബ്ലിക് ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടായിരുന്നു. അതായത് ആര്യൻ്റെയും ജിസൈലിൻ്റെ ഒരു കേസ്. കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ ഈ ഒരു ഷോ കാണുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവരെടുക്കുന്നത്? പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെയുള്ള ഒരു മനുഷ്യനെ വിളിച്ചു നിർത്തിയിട്ട് ഈ ഒരു കാര്യം ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് അങ്ങേയറ്റം തോന്നിവാസമാണ്. അത് ഇന്നലെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് കണ്ടെങ്കിൽ ഓക്കെ, കണ്ട്, പക്ഷെ പബ്ലിക്കിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യരുത്, അത് തെറ്റാണ്. അത് തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇവിടെ അനുമോളെ പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിലും വലിയൊരു കോമഡി. ഞാൻ എന്തായാലും ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഏതാണ്ട് 5-6 മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാരെ കണ്ടു. ഇത് 19 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അതൊരു വലിയൊരു ചോദ്യമാണ്. കാര്യം ഇത്രയും ക്യാമറാസ് ചുറ്റിനുമുണ്ട്. മേ ബി ഇനിയിപ്പം ചില ആംഗിൾസിൽ ക്യാമറ എത്താത്തടത്ത് മേ ബി എന്തെങ്കിലുമൊക്കെ അനുമോൾ കണ്ടു കാണുമായിരിക്കാം. പക്ഷെ ഇവിടെ ഇത്രയും ക്യാമറാസ് ഉണ്ട്, അവരാരും ഈ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പൊ കണ്ടിട്ടില്ലാത്ത പക്ഷം ഒരിക്കലും അനുമോൾക്ക് ഈ ഒരു വിഷയം സംസാരിക്കാനായിട്ടുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. അനുമോൾ പറയുന്ന കാര്യങ്ങൾക്ക് പുറത്ത് കുറച്ച് പ്രേക്ഷക പിന്തുണ ഉണ്ട്. തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും.
എന്നാലും അതൊരു ഷോയുടെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇച്ചിരി അതിര് കടന്നു പോകുന്ന കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഓഡിയൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. സീസൺ 5 അനിയൻ മിഥുൻ സ്ഥിരമായിട്ട് ഓരോ പെൺകുട്ടികളുടെ തല ചെന്ന് കിടന്ന് സെറീനയുടെ ഒക്കെ മടി ചെന്ന് കിടന്നിട്ട് മുടി മസാജ് ചെയ്യിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു സാധനം പറഞ്ഞു. അത് എല്ലാരും ഉൾക്കൊണ്ടു. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം അവൻ വഴി നീളെ ആൾക്കാർ എവിടെ പോയി കഴിഞ്ഞാലും ചെന്ന് കിടക്കുക, തല മസാജ് ചെയ്യിപ്പിക്കുക. അത് വളരെ നെഗറ്റീവ് പറഞ്ഞ കാര്യം 35 ദിവസം ആയിട്ടുള്ളൂ. അതെ, ദിവസങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യം മാറി മറിയാൻ ഒരു ചാൻസ് ഉണ്ട്. അതെ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സദാചാരം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം പബ്ലിക് ഓഡിയൻസിന്റെ ഇടയ്ക്ക് വർക്കൗട്ട് ആവുന്ന സംഭവം പിടിയിട്ടില്ല. കാര്യം ഇതിപ്പോ അത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ ഇമാര് തമ്മാടത്തരം കാണിക്കുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ മോഹൻലാൽ ചോദിച്ചൊരു വലിയൊരു ചോദ്യമാണ്, ഇത് ഞങ്ങൾ ആരും കാണാത്ത സാധനം നിങ്ങൾ അങ്ങനെ കണ്ടു, പിന്നെ എന്തിനു നിങ്ങൾ ഇങ്ങനെയുള്ള തോന്നിവാസം ഈ ഒരു ഷോയിൽ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നു? ഞാൻ കണ്ട കാര്യം പറയുന്നേ. എനിക്ക് കിടക്കുന്ന എന്റെ ബെഡിന്റെ അവിടെ എനിക്ക് കിടക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. എനിക്ക് അതറിയാം. അവൻ എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അവൻ എന്തായാലും കിട്ടിയ അവസരം അനുമോൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. പക്ഷെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇനി ഈ ഷോയിൽ എന്റർടൈൻ ചെയ്യുമെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ അനുമോള് വന്ന സമയം തൊട്ടേ ഓരോരുത്തരുടെ നോട്ടം ശരിയല്ല, അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് വേണം അതിന്റെയൊക്കെ പേരിൽ വിഷയങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് വലിയൊരു അലിഗേഷൻ ആണ് അനുമോള് പറഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണിനെ ചെറുക്കനെ പറ്റിയിട്ട്. അപ്പൊ അതുകൊണ്ട് മേ ബി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ വക ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആക്ഷൻ എടുക്കുകയും ചെയ്യും, അനുമോളെ പുറത്താക്കുകയും ചെയ്യും. അത് യാതൊരു സംശയമില്ല. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം എന്താണത്? ഞാൻ അന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നത് അസംഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും തെളിവിലാണ്, വെറുതെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ തീരെ ഇത് കഴിഞ്ഞ് രാത്രി അനുമോളെന്റെ അടുത്ത് ഒറ്റക്ക് സംസാരിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ അനുമോൾ പറയുന്നത് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ. അനുമോളുടെ ഒരു കാര്യം കുടുംബ പ്രേക്ഷകർക്ക് ഇങ്ങനെയുള്ള സദാചാര കാര്യങ്ങൾ പറയുന്നത് മനസ്സിലായോ? അപ്പം എല്ലാവരും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും, അനുമോളെ കൈയടിക്കുകയും ചെയ്യും. ഇപ്പം ഞാൻ 2-3 ട്രോൾ പേജസിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ പറഞ്ഞ കാര്യത്തിനകത്തോട്ട് പൂർണ്ണമായും യോജിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് സ്റ്റിൽ അനുമോളെ ആൾക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. അതായത് അതിനർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഒന്നാമത് ഈ ഷോയ്ക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോഴേ മൊത്തം നെഗറ്റീവ് ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതും കൂടി കിട്ടി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കും. അനുമോളിൽ എല്ലാത്തിന്റെ കാഴ്ചപ്പാട് എപ്പോഴും ഈ കുടുംബ പ്രേക്ഷകർ കാണുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി വന്നപ്പോൾ മുതല് അയാളുടെ നോട്ടം ശരിയല്ല ഇങ്ങനെയൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ? നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്നാണോ നിങ്ങളുടെ വിചാരം? ശൈത്യ, നിങ്ങൾ വലിയ കറക്റ്റ് അല്ലേ? അത് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിട്ട് കാര്യമാണ്. അതൊരു വലിയ ചോദ്യമല്ലേ ഇവിടെ? അപ്പൊ അതിനെ പറ്റിയെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബോധം വെക്കുക ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങൾ ചർച്ച. അല്ല, അത് മോശമാണ്. കാരണം ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഫാമിലി, എല്ലാവർക്കും ഫാമിലി ഉള്ളത്, അവരുടെ വീട്ടുകാരും പെങ്ങന്മാരും സഹകരിക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും? ഓരോരുത്തരുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോയി സഹകരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കാണുമല്ലോ. അപ്പൊ അവരെന്താ വിചാരിക്കും? അവരുടെ കുടുംബക്കാരെന്താ വിചാരിക്കും? ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത. അല്ല, ഇനി വേറൊരു കേസ് പറയട്ടെ. അനുമോൾ എന്തോ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് മോഹൻലാൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ജിസൈലിനെ അടിക്കാൻ പോകുന്ന ഒരു സീൻ. ഇതിപ്പോ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു അലിഗേഷൻ പറഞ്ഞെങ്കിൽ അനുമോൾ സഹിക്കുമോ? അനുമോൾ ഇവിടെ പൊട്ടിത്തെറിച്ച് എന്തൊക്കെ അനുമോളുടെ കുടുംബം തന്നെ ഇപ്പം കേസ് കൊടുത്തിട്ട് എന്തെല്ലാം ചെയ്യാവോ അത് മൊത്തം. ജിസൈലിന്റെ കുടുംബം മറ്റേ മാന്യമായിട്ടില്ലേ ഒരു ഇന്റർവ്യൂ ഇതിനെപ്പറ്റി ഒരു പ്രതികരണമോ അവരൊന്നും ചെയ്തിട്ടില്ല. അവര് വളരെ മെച്യൂർ ആയിട്ടാണ് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അവര് അപ്പം ചിലപ്പോൾ പുറത്ത് വന്നതിന് ശേഷം മേ ബി ഇതിനെന്തെങ്കിലും ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും അധികം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമില്ല. അതിനകത്ത് വേറൊരു പുരുഷനെയും ഒരു സ്ത്രീയെയും പറ്റിയിട്ട് ഇത്തരത്തിലുള്ള അപവാദം. ഇനി ആ പെണ്ണിന് കല്യാണം ഉള്ളതല്ലേ, ചെറുക്കന് കല്യാണം ഉള്ളത്, അവന് 23 വയസ്സ് കല്യാണം ഉള്ളതാ, അവന് ഇനിയും സിനിമ ചെയ്യാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ കരിയറിനൊക്കെ ഒരു ഗ്രോത്തിനൊരു തടസ്സം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യും. എന്തായാലും ഈ ഒരു അവസരത്തിൽ അവരാരും പ്രതികരിക്കുന്നില്ല ഇതിനെപ്പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ എന്തായാലും നിലവിൽ ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.